ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഏറ്റവും നന്നായിട്ട് നിറങ്ങളോടെ ആഘോഷിക്കുന്ന മറ്റൊരിടം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. പിന്നെ ഒന്ന് തിരുവനന്തപുരത്ത് കനകക്കുന്നാണ്. ആദ്യം ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അവിടെ ഷഹദ് റഹ്മാൻ അങ്ങനെ ആ വൈബുമായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഷഹദ്, ഗുഡ് ഈവനിങ്. ഷഹദ്, പറയൂ, എങ്ങനെയുണ്ട് ഓളങ്ങൾ, ആവേശം എവിടെ വരെ? വെരി ഗുഡ് ഈവനിങ്. പറയൂ ഷഹദ്, പറയൂ. യെസ്, അപ്പം ഓക്കെ, സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് അതിപ്പം നമ്മൾ കൊച്ചിയിൽ വിപിൻ പറഞ്ഞു, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം വിപിൻ നന്നായിട്ട് വിശദീകരിച്ചു. കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് അറിയാം നമുക്ക്, കോഴിക്കോട് കലാകാരന്മാരുടെ നാടാണ്. അപ്പം കോഴിക്കോട് ബീച്ചിലാണ് ഞാൻ നിൽക്കുന്നത്. കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം ബീച്ചിൽ സ്ഥിരമായിട്ട് വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഇടമാണ്. പ്രത്യേകിച്ച് അതിന് ശനിയാഴ്ച എന്നോ അല്ലെങ്കിൽ ന്യൂ ഇയർ എന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് എന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസവും അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിനം എന്നുള്ളതൊന്നുമില്ല. എല്ലാ ദിവസവും വൈബാണ്, ഭയങ്കര വൈബാണ് എന്ന് വേണം പറയാൻ. കാരണം രാത്രി കാലങ്ങളിലെ കോഴിക്കോട് ബീച്ചിലെ ആഘോഷ പരിപാടികൾ അത് എല്ലാ ദിവസവും ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പം അത്രയും അധികം വൈബുള്ള സ്ഥലമാണ്. ഇപ്പോൾ കോഴിക്കോട് അത് കറക്റ്റ് ഫോമിലേക്ക് എത്തിയില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ആ വന്ന് തുടങ്ങുന്ന സമയത്ത് എന്താ പറയാ, ഇനി കുറെ സ്പീക്കറും അതുപോലെ തന്നെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങും. ഇപ്പൊ നമുക്ക് കാണാം ഇങ്ങനെ ഈ വാദ്യകലാകാരൻ ഇതൊക്കെ വിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരോട് നേരത്തെ നമ്മൾ കൊട്ടാൻ പറഞ്ഞ സമയത്ത് അവർ കൊട്ടാൻ റെഡിയായി നിന്നതായിരുന്നു. പക്ഷേ അവരെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. പക്ഷേ നമുക്ക് ബീച്ചിൽ കാണാൻ സാധിക്കും, അതായത് വലിയ രീതിയിൽ ആളുകൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ബീച്ചിന്റെ ഒരു ഒറിജിനൽ മുഖം എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ബീച്ച് അതിന്റെ ഫോമിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ എന്ന് വേണം പറയാൻ. കാരണം ആളുകളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. സാധാരണ തന്നെ ബീച്ച് ആളുകൾ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ പൂക്കീസും നമ്മുടെ ജെൻസി ടീമും ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന സമയമാണ്. അതിന് സമയമായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാം. എന്തായാലും നമ്മൾ അടുത്ത ലൈവുകളിലൊക്കെ ആ ഒരു കാഴ്ചയും വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. എവിടെത്തി ന്യൂ ഇയർ? എവിടെത്തി എന്താ അടിച്ചു പൊളിക്കണു. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പട്ടാമ്പി. ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വന്നു? ന്യൂ ഇയർ ആഘോഷിക്കാണ്ടി വന്നു. അപ്പം ഇനി ആഘോഷിച്ചിട്ടേ പോകുന്നു. അവിടുന്ന് എന്താ ഇങ്ങോട്ട് വരാൻ കാരണം? കോഴിക്കോടൊക്കെ കുറച്ച് ലോങ് ആയിക്കോട്ടെ വെച്ചിട്ട് ആഘോഷിക്കാലോചിച്ചിട്ട് വന്നതാണ്. എവിടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ എവിടെ? അടിപൊളിയായി പോണു. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ ഇത്തവണ ന്യൂ ഇയറിന്? ഒന്നും കൂടി നന്നാവണം, കുറച്ചും കൂടി. ഓക്കെ, താങ്ക് യു. അങ്ങനെയാണ്. എവിടുന്നാ വരുന്നത് നിങ്ങൾ? പരപ്പനങ്ങാടി, മലപ്പുറത്ത് നിന്നാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ന്യൂ ഇയർ പ്ലാൻ? എന്താണ്? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. എന്തായാലും ഇവിടെ വന്നിട്ട് എപ്പം പോകും? തിരിച്ചു പോകും? ന്യൂ ഇയർ ആയിട്ടേ പോവുള്ളൂ? 10 മണിയൊക്കെ ആവും. എന്തായാലും റിജിത്തിനും സ്മിതക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് എന്തായാലും കിട്ടി. ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ അസ്തമയം കാണാനുള്ള ഭാഗ്യം എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ കോഴിക്കോട് ബീച്ചിലാണ് നിൽക്കുന്നത്. അല്പസമയം മുൻപായിരുന്നു അസ്തമയം കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2025 അസ്തമയം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പം ഇതായിരിക്കില്ല ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ചയും വിശേഷങ്ങളും ഇതിനേക്കാൾ ഭയങ്കരമായിരിക്കും, ഭയങ്കര കളർഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ടീമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിൽ നല്ല പാട്ടും ബഹളവും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും പരിപാടികളൊക്കെ ഉണ്ടാവാൻ പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ഇപ്പം പതിയെ ഇരുട്ടിലേക്ക് പോവുകയാണ്. ഇനി കുറെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെളിച്ചമാകും. അത് എന്താ പറയാ, ന്യൂ ഇയറിന്റെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ആഘോഷങ്ങളിലേക്ക് മാറും. ശരി, ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കോഴിക്കോടിന്റെ ഈ ബീച്ചിലെ സായാഹ്നത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം അല്ലാതെ തന്നെയുണ്ട്. അതിനിടയിലാണ് ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വെളിച്ചവും ലൈറ്റിങ്ങും ആളുകളുടെ സന്തോഷവും അവരുടെ പ്രതികരണവും എല്ലാം കൂടി ചേരുമ്പോൾ ആകെ മൊത്തം കോഴിക്കോട് മുഴുവനായി, ആ ബീച്ച് പരിസരം മുഴുവനായി ആ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ആഘോഷത്തിലേക്ക്, വൈബിലേക്ക് എത്തുന്നു. അതുമാത്രമല്ല, സാധാരണഗതിയിൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് പുലരുക, വെളുക്കുക എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അങ്ങനെയല്ല. സൂര്യാസ്തമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി ഉണരാൻ പോവുകയാണ്. കോഴിക്കോട് മാത്രമല്ല, കൊച്ചിയും തിരുവനന്തപുരവും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ആവേശത്തിന്റെ നിമിഷങ്ങളിലേക്ക്, മണിക്കൂറുകളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.